വരെ കാണാത്തൊരു സാധനം. കാണിച്ചു തരാം. നിയമ നടപടിയുമായി മുന്നോട്ടു പോയി KSRTC ഡ്രൈവർ യദുവിനെ വീട്ടിലിരുത്താൻ താല്പര്യമില്ല എന്ന് നടി റോഷ്ന ആൻഡ്രോയ്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഈ പരാതിയായിട്ട് റോഷ്ന മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ. ഇപ്പൊ എന്താ പറഞ്ഞ? ഇപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മോശമായി പോയിട്ടോ. ഭയങ്കര മോശമായി പോയി. ഓൾറെഡി അന്ന് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിപ്ലവമാണ് ഇപ്പൊ. സ്വാഭാവികം. ഞാൻ അന്നും കേസ് കൊടുത്തിട്ടില്ല, ഇന്നും ഞാൻ കേസായിട്ട് പോയിട്ടില്ല. എനിക്കൊരു എത്തും പിടി കിട്ടുന്നില്ല ഈശ്വര. എനിക്ക് തന്നെ ഒരു എത്തും പിടുത്തം കിട്ടുന്നില്ല. പിന്നെയാണ് നിങ്ങൾക്ക്. എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം FB പോസ്റ്റിലൂടെ ഷെയർ ചെയ്യാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. പിന്നെ അദ്ദേഹം ഒഴിവാകുക അല്ലെങ്കിൽ തള്ളി പറയുക അങ്ങനെ നടന്നിട്ടില്ലെന്ന് സ്ഥാപിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെയും പ്രവോക്കിംഗ് ആണത്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഞാൻ നിയമ നടപടികളിലേക്ക് പോവുകയാണെങ്കിലും അദ്ദേഹം വീട്ടിലിരിക്കേണ്ടവർ, അദ്ദേഹം വീട്ടിലിരിക്കരുത്. എന്താ എന്റെ ഉദ്ദേശം? അദ്ദേഹം ജോലിയിൽ. അല്ല, നിങ്ങളെ മോള് തന്നെ അവള് ഞാൻ വിചാരിച്ചു പോലും നിയമ നടപടി എന്നത് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ എനിക്ക് തീർത്തു പറയാൻ ഇപ്പൊ പറ്റില്ല. എനിക്ക് നല്ല സൈബർ ബുള്ളിങ് ഉണ്ട്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഈശ്വര, ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ? ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയാം. ആരാദ്യം നിർത്തുന്ന അവർ തോറ്റു. അങ്ങനെ കളിക്കാം.